എനിക്ക് സുധാർ സാറിന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു സമൂഹത്തിൽ അച്ഛനെ മനസ്സിൽ എനിക്കങ്ങനെ വിളിക്കാൻ തോന്നുന്നു. അങ്ങനെ തന്നെ എല്ലാവരും വിളിക്കുന്നത് അച്ഛനെ വിളിക്കുന്നത്. അതെ അതെ. അത് കേൾക്കൊരു സാറ് ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ അച്ചായനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമുക്കത് കേൾക്കാനൊരു സുഖമുണ്ട് അല്ലേ? അച്ചായനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സെറ്റിൽ പോയി കഴിഞ്ഞ് പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എല്ലാവരും അച്ചായനെന്ന് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. ഇത് ഒരു ഏറ്റവും വലിയ അച്ഛൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ താരങ്ങളുടെ അഭിനയിച്ചു എന്നുള്ളതാണ്. അതെ, എല്ലാവരും മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി, ബിജു മേനോൻ, എല്ലാവരുടെയും കൂടെ ബോബൻ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പടങ്ങളെല്ലാം അവരുടെ ഹിറ്റുമായിരുന്നു. അതെ അതെ അതെ. പക്ഷെ എന്നിട്ട് എൻ്റെ പരാതി എന്നിട്ട് എന്തുകൊണ്ട് ഒരു തിലകനെ പോലെയോ അല്ലെങ്കിൽ മുരളിയെ പോലെയോ ഒരാളായി അല്ല, അത് എന്തെന്നറിയാമോ, പലരും ഇന്ന് ഈ തിമിരം വന്നതിന് ശേഷം പലരും എൻ്റെ പേരൊക്കെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയില്ല. എവിടെയാണെന്ന് അറിയുന്നില്ല. അറിയില്ല. ഇങ്ങനെ മുഖം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതെ അതെ. എനിക്ക് ദുബായിൽ വിസ ഉണ്ട്. ഞാനിടയ്ക്ക് ദുബായി പോകും, കുറച്ച് ദിവസം നിൽക്കും, തിരിച്ചു വരും. അപ്പം പിന്നെ ഞാനിത് ഫുൾ ടൈം ഞാനിതിന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫോളോ അപ്പ് വേണം. തിരക്കഥ എഴുതുന്ന സമയം മുതൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ വേഷം കിട്ടൂ. കാരണം അവരെല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമെല്ലാം. ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വേഷവും ബാക്കി ഉണ്ടാവില്ല, എല്ലാം കംപ്ലീറ്റ് ഫിക്സ്ഡ് ആവും. ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരു പടം നടക്കുവാണെങ്കിൽ എല്ലാ അതെ അതെ. ഈ കർണല് ഖത്തറിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ സംവിധാനം ഒരുക്കി. പിന്നെ മരുഭൂമിയിൽ ആന ദുബായിൽ വെച്ചായിരുന്നു, PK പ്രകാശിൻ്റെ. അങ്ങനെ പലരും അല്ല അവിടുത്തെ സംവിധാനങ്ങളും എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കും അവിടെ അല്ലേ? അതുകൊണ്ട് സിനിമക്കാരുടെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഈ മരുഭൂമിയിൽ ആനയൊക്കെ കൂടുതൽ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. അതെ അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രസകരമായ നിമിഷം എന്തെങ്കിലുമൊക്കെ. മരുഭൂമിയിൽ ആന ഞാൻ അവിടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. ആദ്യം പിന്നെ അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, ആ ഹോട്ടലിലായിരുന്നു. അപ്പം ഞാൻ വെറുതെ അങ്ങോട്ട് പോയി, VK പ്രകാശിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവസരത്തിന് വേണ്ടിയാണോ? ഇല്ല, വെറുതെ പോയതാണ്. അപ്പോൾ ഇരുന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ആ വാവയെ വിളിക്കാൻ പറഞ്ഞു. പുള്ളിയാണ് തിരക്കഥ എഴുതുന്നത്. നമ്മുടെ അച്ചായന് പറ്റിയ വേഷം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ശരിയാക്കാമെന്ന്. അവിടെ വെച്ചൊരു ക്യാരക്ടറെ ഉണ്ടാക്കിയതാണ്. അത് നന്നായിരുന്നു. അല്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. കാര്യം ഗൾഫുകാരൻ ഒന്നാമത് ഒരു ഗൾഫ് അതിലും അച്ചായനാണ്. എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന അതാണ്. ഈ താരങ്ങളോട്ടൊക്കെ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെ, എല്ലാവരുമായിട്ടുണ്ട്. ബിജു മേനോൻ, മരുഭൂമിയിൽ ആന ചെയ്ത സമയത്ത് ബിജു മേനോൻ, നമ്മൾ അതിനു മുമ്പ് ഇവർ, അതിൽ ബിജു മേനോനും പിന്നെ ജയറാമും കൂടെ എന്നെ വെട്ടിക്കൊല്ലുകയാണ്. അതിലൊരു ചെട്ടിയാറുടെ വേഷമാണ് ചെയ്തത്. അതെങ്ങനെയാണ് പടത്തിൻ്റെ അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജീവ് കുമാർ ഇവിടെ ടാഗോർ തിയേറ്ററിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സിനിമാക്കാരുടെ എല്ലാം കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കിലൂടെ പോയിട്ട് പുള്ളി സാറിനെ കണ്ടുകൊണ്ട് പറഞ്ഞ് എനിക്ക് നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ വിളിക്കും, പടമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന് വിളിച്ചത്. അങ്ങനെല്ലാം ആക്സിഡൻ്റലായിട്ട് വരുന്നതാണല്ല, ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന്. കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ്. പുറകെ നടന്ന് കിട്ടാത്ത വല്ലതും ഉണ്ടായിരുന്നു? ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അവസരം മാറ്റി അങ്ങനെ ഇതിൽ വിഷമിക്കുന്ന അവസരം ഇല്ല. അങ്ങനെ ഇതിൻ്റെ പുറകെ അങ്ങ് നടന്നാൽ വിഷം കിട്ടും. ഇതിനു വേണ്ടിയിട്ടങ്ങ് നടന്നു കഴിഞ്ഞാൽ ആളുകളെ കാണുകയും പോവുകയും ലൊക്കേഷനിൽ ചെല്ലുകയും ഒക്കെ. നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് നിൽക്കുന്ന ഉടനെ അതിനകത്ത് അപ്പോൾ അവർക്കൊരു ഐഡിയ വരും. അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അത് അച്ഛനെ കൊണ്ട് ജയിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ വരുന്നത്. അല്ല, പ്ലാൻ ചെയ്തുള്ള ഒരു പടം സുരേഷ് ഉണ്ണിത്താൻ്റെ ആർദ്രം അത് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ജോഷിയുടെ ധ്രുവം ഇവിടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം ഞാനും ചേട്ടനും കൂടെ ലുസിയ ഹോട്ടലിലാണ്. ലുസിയ ഹോട്ടലിൽ വൈകിട്ട് ജോഷി ചേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ ചെന്നു. അപ്പം പരിചയമുണ്ട്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഖദർ മുണ്ടും അതാണ് നമ്മുടെ വേഷം.
അപ്പം ഞാനങ്ങോട്ട് കയറി ചെന്നോടെ ഒരു മന്ത്രിയുടെ ഗെറ്റപ്പ് ഉണ്ടല്ലോ അവിടെ. അപ്പം തന്നെ അസോസിയേറ്റിനെ വിളിച്ചിട്ടുള്ളൂ, നമുക്കിതിനകത്തൊരു മിനിസ്റ്ററി ഇല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ജഗന്നാഥ് വർമ്മയ്ക്ക് അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു. അത് സാരമില്ല, അഡ്വാൻസ് ഇരിക്കട്ടെ, അത് നാളെ ഇതേ വേഷത്തിൽ ഇവിടെ ഒരു മന്ത്രി മന്ദിരമുണ്ട്, അവിടെ വരണമെന്ന്. അങ്ങനെ പോയി ചെയ്തതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്ന് ഇറങ്ങുമ്പോൾ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ജനാർദ്ദനൻ, സുരേഷ് ഗോപി, വിജയരാഘവൻ, അസീസ് ഒക്കെ സല്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻട്രിയാണ്, തുടക്കമാണ്. അത് നന്നായിട്ട് ക്ലിക്കായി. അതെല്ലാം അപ്രതീക്ഷിതമായിട്ട് വന്നു. ഹിറ്റായില്ലേ? അതെ അതെ അതെ, അപ്രതീക്ഷിതമായി. അതായത് ഹിറ്റാകുന്ന ഒരു പടത്തിലെ ഒരു സീൻ മതി, സത്യം, അത് രജിസ്റ്റർ ആവും. അല്ല, അതൊരു ഭയങ്കര ഭാഗ്യമുള്ള നടനാണ് ചാൻ. കാര്യം പറഞ്ഞാൽ എല്ലാ പടത്തിന്റെയും എവിടേക്കോ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇവരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലേ, ജോഷി സാറായാലും ഇവിടേക്ക് നോട്ട് ചെയ്യും. ഈ താരങ്ങളോട്ടെ മമ്മൂക്കയുടെ ഒക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ മമ്മൂക്ക, ഞാൻ അവിടെ ഖത്തറിൽ പ്രവാസി ദോഹ എന്നും പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. ഞാനതിൻ്റെ ഫൗണ്ടറിൽ ഒരാളാണ്. അപ്പം ഞങ്ങളുടെ 10ാം വാർഷികത്തിന് മമ്മൂട്ടി വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അപ്പോൾ കയസുണ്ട് ഫാസിലിൻ്റെ അനിയൻ അവിടെ, ഇതിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പോൾ പുള്ളി മമ്മൂക്കയെ വിളിച്ചു, എല്ലാം അറേഞ്ച് ചെയ്തു. അവർ രണ്ടുപേരുടെ വൈഫുമായിട്ട് വന്നു. അന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു. അതിന് ഒരു സെലിബ്രേഷനൊക്കെ നമ്മൾ ചെയ്തു. കൂട്ടത്തിൽ ഇതിനോട് ചേർന്ന് ഒരു 1 വീക്ക് നിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലുള്ള പടങ്ങളുമുണ്ട്. അതിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കഥാപുരുഷൻ ആദ്യത്തെ ഓപ്പണിംഗ് സിനിമയായിരുന്നു. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് ഒരു 3-4 ടീം, അന്ന് നമ്മുടെ ഇത് കൊട്ടുന്ന അതാളുണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു. അത് ഒത്തിരി ആളുകൾ വന്ന, പിന്നെ നമ്മുടെ സക്കറിയ, നെടുമുടി വേണു, അല്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ നമുക്ക്? പിന്നെ എല്ലാവരുമായിട്ടൊരു നല്ല ബന്ധമാണ്. നമുക്കൊക്കെ അറിയാം. ഇവിടെ നാട്ടിൽ വരുമ്പോഴും കാണാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും ഓർമ്മയുണ്ടോ നമുക്ക്? അത് പിന്നെ മമ്മൂക്ക വന്നപ്പോൾ അവിടെ ഒരു വലിയ ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ പുള്ളിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഓരോ ആളുകൾ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഭക്ഷണം. അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയോ? അല്ല, അവരെ വിളിച്ചിട്ടുണ്ട്, ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്, ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു അവിടെ. ഒന്നും വാങ്ങിക്കാതാണ് പുള്ളി വന്നത്. അങ്ങനെ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തോളെ പറഞ്ഞു, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. സന്തോഷമാ, ഇതാണ് സന്തോഷം അല്ലേ? അത് വാങ്ങിച്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് അവിടെ ചെന്നിട്ട് കൊടുക്കും. ഇന്നത് വേണമെന്നൊക്കെ പറയൂ, ചോദിക്കും, തലേദിവസം വിളിച്ച് ചോദിക്കും. ദോശ അല്ലെങ്കിൽ പിന്നെ ഇടിയപ്പം, അങ്ങനെയൊക്കെയുള്ള അപ്പം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും. എന്താ ഞാൻ ചോദിക്കും, എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം അത് കൊണ്ടു കൊടുക്കും. വളരെ ഹാപ്പിയായിരുന്നു. ഒരു ബോട്ടിങ്ങും ഹൗസ് ബോട്ടിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു. അത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളി, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം ഇവർ തമ്മിൽ ഒരു ഉണ്ടല്ലോ, അടൂർ ഗോപാലകൃഷ്ണൻ വലിയ ഡയറക്ടർ, ഇൻ്റർനാഷണൽ ഡയറക്ടർ, മമ്മൂട്ടി വലിയ നടൻ. അപ്പോൾ അന്ന് ഉദ്ഘാടനത്തിന് അടൂർ വന്നില്ല. അപ്പോൾ പറഞ്ഞത് വേണ്ട, ഞാൻ ഫെസ്റ്റിവലിന് വേണ്ടി വന്നതല്ലേ, ഫെസ്റ്റിവൽ ഞാൻ ഉദ്ഘാടനം ചെയ്തോളാം. അങ്ങനെ എല്ലാം വളരെ സന്തോഷമായിരുന്നു. നമ്മൾ 10 ദിവസം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. നമ്പൂതിരിയെ കൊണ്ടുവന്ന പെയിന്റിംഗ് എക്സിബിഷൻ കോംപ്ലക്സ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുണ്ടല്ലോ, സ്വാഭാവികമാണ്. രണ്ട് ജോലിയിലെങ്കിലും ഉണ്ടല്ലേ, നമുക്ക് വിട്ടുകൊടുക്കത്തില്ല, അടൂർ ഗോപാലകൃഷ്ണൻ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് മനഃപൂർവ്വം പുള്ളി വരാത്തയാണോ നമുക്ക് വേണ്ടത്? അത് എന്നോട് പറഞ്ഞു അത് വേണ്ട, ഞാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇനാഗുറേഷൻ അല്ലേ വന്നത്, അത് ചെയ്തോളാം.
എങ്കിലും പുള്ളിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അടൂർ അദ്ദേഹത്തെ വെച്ചിട്ട് കൂടുതൽ പടങ്ങൾ ചെയ്തേക്കുന്നത് എങ്കിലും ഉണ്ടല്ലോ. ഞാൻ രണ്ട് പ്രാവശ്യം അടൂർ സാറിൻ്റെ ഞാൻ ദോയെ കൊണ്ടുപോയി. അതും ഫെസ്റ്റിവലിൽ തന്നെ 2 പ്രാവശ്യം വന്നു. പിന്നെ ഞങ്ങളാണ് ബഷീർ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇപ്പം 25ാമത് ഇപ്പോഴത്തെ ബഷീർ പുരസ്കാരം വൈശാഖനാണ് കൊടുത്തത്. അടൂരിന് കൊടുത്തിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെയുള്ള എല്ലാ ഒട്ടുമിക്ക 25 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. അല്ല ഇവരൊക്കെ അവിടെ നമ്മൾ ഇവിടെ നിന്ന് വിട്ട് ഗൾഫിലേക്ക് പോയി ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ? അല്ല, അവിടെ വരുമ്പോഴങ്ങനെ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ നമുക്കൊരു വലിയ സെറ്റപ്പ് ഉണ്ട് നമ്മുടെ അസോസിയേഷനിലെ. നമ്മൾ പല സബ് കമ്മിറ്റികളെ എടുത്തിട്ട് ഓരോ കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും, അപ്പോൾ അവർ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളുമൊക്കെ അവർ തന്നെ ചെയ്തോളും.